തുടരും സിനിമയിലൂടെ മോഹൻലാൽ അങ്ങനെ തിരിച്ചു വന്നു ഒരൊന്നൊന്നര വരവായി പോയില്ലേ. കാരണം ഒരു മാസത്തിന്റെ ഗ്യാപ്പിന്റെ ഇടയിൽ 100 കോടി പടം അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമില്ല. 100 അല്ല, 150 കോടി പടം അടിക്കാന്നുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. എന്റെ ഒരു പ്രൊഡിക്ഷൻ അനുസരിച്ച് എനിക്ക് തോന്നുന്നത് 200 കോടി കഴിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത്, എല്ലാ പ്രേക്ഷകരും ഇരുകൈ നീട്ടി സ്വീകരിച്ചേക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് സിനിമയ്ക്ക് ഓഫ് കോഴ്സ് കളക്ഷൻ കിട്ടും അല്ലേ. മോഹൻലാലിന് ഇതുവരെ കണ്ടേക്കുന്ന പടങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് സിനിമ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന പടങ്ങളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒപ്പം തന്നെ LCU എന്ന യൂണിവേഴ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ദി റോളക്സ് എന്ന് പറയുന്ന കഥാപാത്രം, നമ്മുടെ സൂര്യയുടെ റോളക്സ് എന്ന് പറയുന്ന തിയേറ്റർ അങ്ങ് കുലുക്കിയേക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു വരവ് കൂടി വരാനായിട്ട് പോവാണ്. ഇത് ഒഫീഷ്യലാണ്, കാരണം ഡയറക്ടർ തന്നെ കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്തേക്കാണ്. എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാമല്ല. പ്രേക്ഷകർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. മലയാള സിനിമയ്ക്ക് അങ്ങനെ അടുത്തൊരു 150 കോടി രൂപ കൂടി സമ്മാനിച്ചുകൊണ്ട് മലയാള സിനിമയുടെ ഒരു രാജാവ് പറയാൻ പറ്റുന്ന ഒരു തട്ടിലോട്ട് ലാലേട്ടൻ അങ്ങ് കയറിയേക്കാണ്. കാരണം ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു നടനെ തിരിച്ചു വരാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാൻസുകാർക്ക് പോലും ഒരു പോയിന്റിലെത്തിയ സമയത്ത് ഇത് എന്താണ് ഇങ്ങനെ സിനിമകൾ ചെയ്യുന്നത്, ബറോസ് ഇറങ്ങുന്നു, ലാലേട്ടൻ എവിടെ പോയി, എങ്ങനെ തിരിച്ചു വരുമെന്നുള്ള 100 കൂട്ടം ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ഒരു മാസത്തെ ഇടവേളയ്ക്കുള്ളിൽ അദ്ദേഹം തന്നു എന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഓഫ് കോഴ്സ് നമുക്കറിയാം, സിനിമ ഒരു വലിയൊരു ഹിറ്റായിട്ട് മാറി. സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള കളക്ഷൻ കാര്യങ്ങളൊക്കെ നേടാനായിട്ട് സാധിച്ചു. മലയാള സിനിമയ്ക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് ഇടാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കാതെ ആരും പ്രതീക്ഷിക്കാതെ വന്നേക്കുന്ന തുടരും എന്ന് പറയുന്ന സിനിമ ഇന്നലെ നോക്കിയപ്പോൾ കണ്ടത് 150 കോടി അടിച്ചു എന്നുള്ളൊരു കാര്യമാണ്. എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം സിനിമയുടെ റിവ്യൂ പറഞ്ഞിരിക്കുന്ന സമയത്ത് അത് കണ്ടേക്കുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്റെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം കൺവിൻസിംഗ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ഞാൻ അത്ര എക്സൈറ്റഡ് ആയിട്ട് അത്ര ഇഷ്ടപ്പെട്ട് കണ്ട് കിളിപാറി പോയൊരു പടമായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. അത് അന്നും ഇന്നും ഇനി OTT ഇറങ്ങി കഴിഞ്ഞാൽ പോലും ഈ പടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എമ്പുരാൻ പോലെയല്ല, OTT ഇറങ്ങിയാലും ഇതേ തന്നെ അപ്രീസിയേഷൻ ആയിരിക്കും കിട്ടുക എന്നുള്ളൊരു കാര്യം അത് ഉറപ്പാണ്. കാരണം അതാണ് ഈ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഒരു പോസിറ്റീവ് പടം, അത് വിത്ത് നല്ല കണ്ടന്റോട് കൂടിയിട്ടുള്ള ഒരു നല്ല സിനിമ, അതൊരു മോഹൻലാൽ പടമാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു കാര്യം കാണുന്നുണ്ടെങ്കിൽ തുടരെ സിനിമയുടെ കളക്ഷൻ നോക്കിയാൽ മതി. 150 കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്തേക്കാണ്. മലയാള സിനിമയ്ക്ക് ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് എന്നുള്ളതിന്റെ അപ്പുറത്തോട്ട് ലാലിന്റെ ഫാൻസിന് ഇതൊരു വലിയൊരു സന്തോഷ വാർത്ത കൂടിയാണ്. തുടരും എന്ന് പറയുന്ന സിനിമ അങ്ങനെ വലിയൊരു ഹിറ്റായിട്ട് മാറിയേക്കാണ്. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം, അതായത് ഇനി അങ്ങോട്ടേക്കുള്ള സിനിമാ കരിയറിൽ ലാലേട്ടന്റെ ഒരുപാട് നല്ല സിനിമകൾ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കേട്ടിടത്തോളം ഇതുവരെ വന്നേക്കുന്ന അപ്ഡേറ്റുകൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കിടിലൻ സിനിമകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. മഹേഷ് നാരായണന്റെ ഒപ്പം ഒരു പ്രൊജക്ട് നമുക്കറിയാം, മമ്മൂക്കയുടെ ഒപ്പം ഒരു പ്രൊജക്ട് ഓൾറെഡി വരാനായിട്ട് പോകുന്നുണ്ട്. ജീത്തു മാധവന്റെ കോമ്പിനേഷനിൽ ഒരു സിനിമ വരാനായിട്ട് പോകുന്നു. നമ്മുടെ ആവേശ സിനിമയുടെ ഡയറക്ടറിന്റെ ഒപ്പം ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ഒരു നല്ലൊരു അടിയിടി പടമായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ആ സിനിമ ഡ്രോപ്പ് ആയോ ഇല്ല എന്നുള്ളൊരു കാര്യങ്ങൾ ഒരുപാട് സംശയങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് പിന്നീട് വരാനായിട്ട് നിന്നിരുന്ന റാം എന്ന് പറയുന്ന സിനിമ, ജീത്ത് ജോസഫിന്റെ സിനിമ, ആ ഒരു സിനിമ കൂടി ഡ്രോപ്പ് ആയി എന്നുള്ള വാർത്തകളൊക്കെ മുന്നേ തന്നെ കേട്ടിരുന്നെങ്കിലും ഇപ്പൊ വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളും ഗോപാലൻ മലയാള സിനിമയുടെ ദി സേവിയർ, അതായത് ഏത് അവസ്ഥയിൽ മലയാള സിനിമ കൂപ്പുത്തുന്നത് കേൾക്കുന്ന സമയത്ത് അങ്ങേര് പടം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയും, പടത്തിനെടുത്ത് വിജയിപ്പിക്കാന്ന് പറയും. അങ്ങനെ അദ്ദേഹം വീണ്ടും അവതരിക്കാനായിട്ട് പോകാന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. റാം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറായിട്ട് ഗോകുലം ഗോപാലിനാണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന 2 സിനിമകളാണ്. ഒന്ന് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയാണ്. ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ഓൾറെഡി അനൗൺസ് ചെയ്ത തീരുമാനമായിട്ടുണ്ട്. സിനിമ എന്തായാലും വരും എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലി കൺഫേംഡ് ആണ്. ഈ സിനിമ വരുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പൊ തുടരെ സിനിമയ്ക്ക് കിട്ടുന്ന പോലത്തെ ഒരു വേറെ കൈൻഡ് ഓഫ് ഒരു ഇമ്പാക്ട്, പ്രത്യേകിച്ചും ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദൃശ്യം സിനിമ ഒരു നാഷണൽ സിനിമയായിട്ടാണ്, അതായത് പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഇവർ ഇറക്കാനായിട്ട് പോകുന്നത്. റൈറ്റ്സ് ഒന്നും കൊടുത്ത് ഇവർക്കും കുറെ സാധനം കൊടുത്തുകൊണ്ടുള്ള പരിപാടിയല്ല. മോഹൻലാലിന്റെ തന്നെ സിനിമ പാൻ ഇന്ത്യ റിലീസായിട്ടാണ് സിനിമ റിലീസ് ചെയ്യുന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു കിടിലൻ ഒരു എക്സ്പീരിയൻസിനെ ആയിരിക്കും. കാരണം ദൃശ്യത്തിന്റെ ഒരു വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ ആ സിനിമ കണ്ടവർക്ക് അറിയാലേ എന്താണ് അതിന്റെ കണ്ടന്റ് എന്നും മോഹൻലാലിന്റെ പെർഫോമൻസ് എന്താണെന്നും. സോ അതിന്റെ ഒരു 3-ാം ഭാഗം, പ്രത്യേകിച്ച് ഇപ്പൊ തുടരും സിനിമയിൽ നമ്മൾ കണ്ടേക്കുന്ന ഒരു മോഹൻലാൽ വീണ്ടും അവതരിക്കുന്ന സമയത്ത് ഞാൻ മിസ് ചെയ്തേക്കുന്ന ആ ഒരു പഴയ ദൃശ്യത്തിലുള്ള മോഹൻലാലിന്റെ വീണ്ടും ഒരു കംബാക്ക് ഈ സിനിമയിലൂടെ സംഭവിക്കും. ആൻഡ് അതൊരു വലിയൊരു ഹിറ്റായിട്ട് വലിയ സക്സസ് ഹിറ്റായിട്ട് മാറുന്ന ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും അല്ലെ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് മലയാളത്തില് ഈ കോമ്പിനേഷന്റെ പടം ഇഷ്ടമല്ലാത്തവരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അമൽ നീരദ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്. ഏതൊരു പടം എടുക്കുന്ന സമയത്ത് ഒരു അമൽ നീരദ് പടമാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റൈലിംഗ് ഉണ്ട്, ഒരു പ്രത്യേകതയുണ്ട് അല്ലെ. യോബിന്റെ പുസ്തകമാണെങ്കിലും ആ പടക്ക് ഇന്ന് കാണുന്ന സമയത്ത് ഞാൻ ആലോചിക്കും ഇയാൾ ഇങ്ങനെയുള്ള പടം ചെയ്തു വെച്ചേക്കുന്നത്, അതിന്റെ മേക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ. അമൽ നീരദിന്റെ പ്രൈം ടൈമിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് സാഗർ ഇലിയസ് ചാക്കി റീലോഡഡ് എന്ന് പറയുന്ന സിനിമയാണ്. പേഴ്സണൽ അഭിപ്രായമാണ്. ഇന്ന് ഒരുപാട് പോസ്റ്റുകളും മറ്റും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഞാൻ അന്ന്
അന്ന് തൊട്ട് ഈ സിനിമയുടെ ഫാനാണ്. സഗറിലിയ സ്റ്റാക്കി എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിന്റെ പുതിയൊരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറും അത് കൊണ്ടുവന്നേക്കുന്ന, അതിനെ പ്രസന്റ് ചെയ്തേക്കുന്ന, അത് ചെയ്തു വെച്ചേക്കുന്ന രീതിയും ഗോപി സുന്ദറിന്റെ മ്യൂസിക്കിലും ഇതെല്ലാം ഒരു കിടില സാധനം തന്നെയായിരുന്നു. അപ്പൊ ആ ടീം, അതായത് അമൽ നീരദ് ആൻഡ് മോഹൻലാൽ കോംബോയിൽ ഒരു സിനിമ വരാനായിട്ട് പോകുന്നുണ്ടെന്നുള്ള വാർത്തകൾ ഇപ്പൊ കേൾക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ഈ വരുന്ന ഒക്ടോബറിലാണ് ചിത്രം സ്റ്റാർട്ട് ചെയ്യുന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. സോ അതായത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. ഇത് ഏത് തരം സിനിമയായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. കാരണം അറിയാലോ, അമൽ നീരദിന്റെ പടത്തിനകത്ത് മിനിമം ഒരു മാസം സംഭവമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ബോഗൻവില്ല എന്ന് പറയുന്ന സിനിമ ഒരു നല്ല സിനിമയായിരുന്നെങ്കിലും അമൽ നീരദിന്റെ റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് സിനിമ അത്രയ്ക്ക് പോരായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ ക്ഷീണമെല്ലാം മാറ്റുന്ന തരത്തിലുള്ള ഒരു കോമ്പോയുടെ ഒരു കംബാക്ക് ആണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മോഹൻലാലിനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ റേഞ്ച് ഓഫ് പെർഫോമൻസ് ആണ് പുള്ളിയുടെ കയ്യിലുള്ളത്. സോ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കിട്ടുള്ള സാധനം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. LCU എന്ന സിനിമാറ്റിക് യൂണിവേഴ്സ്, ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു യൂണിവേഴ്സ് ആണല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം തിയേറ്റർ എക്സ്പീരിയൻസിന് ഇത്രയും വലിയ മാർക്കറ്റിംഗ് കിട്ടുന്ന വേറൊരു ടേം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും വലിയൊരു യൂണിവേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു യൂണിവേഴ്സ് ആണ് LCU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒന്ന് കൈദിയാണ്. കൈദി എന്ന് പറയുന്ന ആ സിനിമയാണ്. അതിനകത്ത് നമ്മുടെ ദില്ലിയുടെ കഥാപാത്രത്തിന് തിരിച്ചു വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സൂര്യ ഫാൻസ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് റോളക്സ് ആണ്. ശരിക്കും സൂര്യയുടെ ഒരു കംബാക്ക് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു കേട്ടോ. കാരണം റെട്രോ എന്ന് പറയുന്ന സിനിമയിൽ സൂര്യയുടെ, ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, റിവ്യൂക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, സൂര്യയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് കിട്ടില്ലനായിരുന്നു. വേറെ ലെവൽ സാധനമായിരുന്നു. പുള്ളി വളരെ വളരെ സ്മൂത്ത് ആയിട്ടായിരുന്നു, ഒരു ചോക്ലേറ്റ് സ്മൂത്ത് ആയിട്ടുള്ള രീതിക്കായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ് ആയിരുന്നത്. പക്ഷേ സിനിമയുടെ സ്റ്റോറി കൈവിട്ട് പോയി. അതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം കാർത്തിക് സുബ്രാജിന്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. ബട്ട് സിനിമ അങ്ങനെ അവസാന ക്ലൈമാക്സിലോട്ട് എത്തിയ സമയത്ത് മാത്രമാണ് ഒരു പോരായ്മ എനിക്ക് തോന്നിയുള്ളൂ. സോ ആ സൂര്യ റീഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സൂര്യയുടെ കൂടി ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് റോളക്സ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഒരു റിപ്പോർട്ടിനെ പുറത്തേക്ക് വന്നേക്കാണ്. ലോകേഷ് കനകരാജിനെയാണ് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടേക്കുന്നത്. നിലവിൽ ആദ്യമേ തന്നെ കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന, കൂലിക്ക് ശേഷം ആദ്യമേ തന്നെ കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് കൈദി 2 ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൈദി 2 കഴിഞ്ഞതിന് ശേഷമായിരിക്കും റോളക്സ് എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ആകുക എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കൈദി എന്ന് പറയുന്ന സിനിമ കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരുപാട് ഡിലേ സംഭവിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അതിനിടയ്ക്ക് കൂലി എന്ന് പറയുന്ന സിനിമയൊക്കെ കയറി വന്നായിരുന്നു. ഇപ്പോൾ സിനിമയുടെ ഷൂട്ട് എല്ലാം റാപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയേക്കാണ്. അതിനുശേഷം ഒരു കംപ്ലീറ്റ് കംബാക്ക് ആയിട്ട് LCU സിനിമകൾ വീണ്ടും വരും. ആൻഡ് അതിനകത്ത് ആദ്യമായിട്ട് വരാൻ പോകുന്ന, ഷൂട്ട് ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് കൈദി 2 എന്ന് പറയുന്ന സിനിമയാണ്. അതിനുശേഷമായിരിക്കും റോളക്സ് എന്ന് പറയുന്ന സിനിമ ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം തന്നെ പുറത്തുവിട്ടേക്കുന്ന ഒരു അപ്ഡേറ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നാനിയുടെ ഹിറ്റ് 3 എന്ന് പറയുന്ന സിനിമ, ഹിറ്റ് 1 ആൻഡ് ഹിറ്റ് 2 എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് സിനിമകളാണ്. ഈ രണ്ട് സിനിമകളിലും രണ്ട് തരം ഇമോഷൻസിൽ കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ഹിറ്റ് 1 ആൻഡ് 2 എന്ന് പറയുന്നത്. പക്ഷേ ഹിറ്റ് 3 എന്ന് പറയുന്നത് നമ്മൾ ട്രെയിലർ കണ്ടേക്കുന്ന സമയത്ത് തന്നെ പ്യൂർ വയലൻസ് എന്നൊരു കാര്യം, അതൊരു റേറ്റഡ് സിനിമ എന്നുള്ളൊരു കാര്യം അപ്പോഴേ തന്നെ നമുക്ക് ഒരു ഇൻഡിക്കേഷൻ കിട്ടിയായിരുന്നു. ആൻഡ് സിനിമ പറഞ്ഞോളം തന്നെ ഒരു പക്ക വയലന്റ് ആയിട്ടുള്ള സിനിമ എന്നുള്ള റിപ്പോർട്ടുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സിനിമ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ തൊട്ടടുത്തൊന്നും തിയേറ്റേഴ്സ് ഇല്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ അന്വേഷിച്ചു. ഇവിടെ ഒന്നും ഹിറ്റ് 3യുടെ റിലീസിംഗ് ഇല്ല, നിലവിൽ സംഭവിച്ചിട്ടില്ല. വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സിനിമയായിരിക്കും ഹിറ്റ് 3 എന്ന് പറയുന്ന സിനിമ. ഇതൊരു പ്യുവർ ആക്ഷൻ പാക്ഡ് മൂവിയാണ്. ആൻഡ് മാർക്കോയ്ക്ക് ശേഷം വന്നേക്കുന്ന ഇന്ത്യൻ സിനിമയിലെ തന്നെ മറ്റൊരു വലിയൊരു വയലൻസ് ഉള്ള ഒരു പടം. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലാണ് സിനിമയുടെ ഏറ്റവും നല്ല വയലൻസ് ഉള്ളതെന്നുള്ള രീതിക്കാണ് അപ്ഡേറ്റുകളൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ കളക്ഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് 100 കോടിയിൽ മേലെ, അതായത് 101 crores ഈ സിനിമ നേടിയുള്ള രീതിക്കുള്ള പോസ്റ്റുകളും മറ്റൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു വയലൻസ് സിനിമ ആയാലും അത് ഏത് തരം പടമാണെന്നുണ്ടെങ്കിലും എത്രത്തോളം വയലൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇന്ത്യൻ സിനിമയിൽ 100 കോടിയൊക്കെ അടിക്കാനായിട്ട് ആ സിനിമയെ കൊണ്ട് സാധിക്കും. ഓൺലി തിങ് ഈസ് ഒരു മിനിമം ലെവൽ ഓഫ് ഒരു സ്ക്രിപ്റ്റും നല്ല കൺവിൻസിംഗ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിനിമ വലിയ സക്സസ് ആയിട്ട് മാറുമെന്ന് വീണ്ടും തെളിയിച്ചേക്കാണ് ഹിറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ. തുടരും സിനിമ നിങ്ങൾ കണ്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാരണം സിനിമ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, കാരണം പല ആൾക്കാർ സിനിമ OTTയിൽ വന്നിട്ട് കാണാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. പല ആൾക്കാരും ഓൺലൈനായിട്ട് സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണുന്നുണ്ട്. പൈറസി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതൊരു തിയേറ്ററിൽ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ശരിയാണ്, ഒരു ഫാമിലിനെ കൊണ്ടൊരു സിനിമയ്ക്ക് പോകാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്, കുറേ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു സിനിമ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതേ സാധനം തന്നെ എടുത്ത് പിന്നെ ബസ്സിലും നമ്മൾ പോകുന്ന പബ്ലിക് പ്ലേസിലൊക്കെ ഇട്ടുകൊണ്ട് ആൾക്കാരെ കാണിക്കുന്ന ഒരു പരിപാടി അത്ര ശരിയായിട്ടൊരു നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ പുതിയ വാർത്തകളൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സിനിമയുടെ ലീക്ഡ് വീഡിയോ, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇപ്പോൾ ലീക്കായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇത് ആരാണ് ലീക്കാക്കുന്നത്, എന്താണ് സംഭവം എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. OTTയിൽ ഇറങ്ങുന്ന പോലെയല്ല ഒരു സിനിമ തിയേറ്ററിൽ ആസ്വദിക്കേണ്ട ഒരു സിനിമ. അത് ഇത്രയും നല്ലൊരു സിനിമ തിയേറ്ററിൽ ആസ്വദിക്കാനായിട്ട് പറ്റിയാൽ അത് നല്ലൊരു കാര്യം. ഇനി തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ
തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് ഓൺലൈനായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നില്ല. അവർക്കെതിരെ കൃത്യമായിട്ട് നടപടി ഉണ്ടാകുന്നതിരിക്കുകയാണ് ഇപ്പോൾ വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നേക്കുന്നത്. അത് വലിയ രീതിക്കുള്ള ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. സോ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടവരാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയൊക്കെ ഫസ്റ്റ് ഷോ പോയി കണ്ടേക്കുന്ന ഒരു ഭാഗ്യവന്മാരാണ്. കാരണം അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പറ്റിയവർ, കാരണം അത്രമാത്രം ഒരു ഇമ്പാക്ട് കിട്ടിയേക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തുടരുന്ന് പറയുന്നത്. ഇന്നലെ പോലും എൻ്റെ ബ്രദർ പോയി കണ്ടേക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞ കാര്യമുണ്ട്, ഈ ജനറേഷനിലുള്ള ആൾക്കാർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് അത്ര കൺവിൻസിംഗ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ, അത്രയും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ. മോഹൻലാലിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് പീക്കായിരുന്നു എന്നുള്ളത് അമ്മാമ്മമാർ മുതൽ കൊച്ചുകുട്ടികൾ വരെ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവില്ലേ. സോ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവെക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായമുള്ള ഒരു കാര്യം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോയിലേക്ക് വീഡിയോ മാക്സിമം ഫൈലോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീറ്റ് ആൾ സ്പേസ് സൈനിങ് ഔട്ട്. ബൈ.